മതമൈത്രിയുടെ നേർക്കാഴ്ചയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. ആയിരക്കണക്കിന് ആളുകളാണ് ഇക്കൊല്ലവും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഞായറാഴ്ച പൊങ്കാലയർപ്പിക്കാൻ തലസ്ഥാന നഗരിയിലെത്തിയത്. ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട ആരാധനാ ദിനമാണ് ഞായറാഴ്ച. പൊങ്കാല പ്രമാണിച്ച് പ്രാർത്ഥനയുടെ സമയം മാറ്റിയാണ് തിരുവനന്തപുരം നഗരത്തിലെ ക്രിസ്ത്യൻ പള്ളികൾ ഇക്കൊല്ലം മാതൃക കാട്ടിയത്. ശനിയാഴ്ച രാത്രി തന്നെ നഗരത്തിലെ ദേവാലയങ്ങളുടെ മുന്നിൽ പൊങ്കാല അടുപ്പുകൾ നിരന്നു. പാളയം CSI ക്രൈസ്റ്റ് ചർച്ചാണ് ആരാധനാ സമയം മാറ്റി ആദ്യം മാതൃകയായത്. സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ പള്ളിയും പകൽ സമയത്തെ കുർബാനയും വേദപാഠവും ഒഴിവാക്കി. പൊങ്കാലയിടുന്ന ഭക്തർക്കായി വിശ്രമിക്കാനും ശുചിമുറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയും കുടിവെള്ളവും സംഭാരവും വിതരണം ചെയ്തും സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ ഇടവക വിശ്വാസികൾ പൊങ്കാല ദിവസം രാവിലെ തന്നെ സജീവമായി. പൊരുവെയിലത്ത് പൊങ്കാലയ്ക്കായി കാത്തുനിൽക്കുന്ന ഭക്തർക്കായി എല്ലാ വർഷത്തെയും പോലെ ഇക്കുറിയും പാളയം മസ്ജിദിന്റെ ഗേറ്റും തുറന്നുകൊടുത്തു. മസ്ജിദിന്റെ അംഗസ്നാനം ചെയ്യുന്ന സ്ഥലങ്ങളും ശുചിമുറികളും ഭക്തരുടെ സൗകര്യത്തിനായി ഒരുക്കി. പൊങ്കാലയർപ്പിക്കാനുള്ള വെള്ളം ശേഖരിക്കുന്നതിനുള്ള സൗകര്യവും മസ്ജിദിൽ ഒരുക്കിയിരുന്നു. ജാതിമത ഭേദമന്യേ തിരുവനന്തപുരം നഗരമാകെ പൊങ്കാലയുടെ ഭാഗമായി. ഭിന്നിപ്പിന്റെ ശക്തികളെ അടുപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇക്കൊല്ലവും പൊങ്കാല മഹോത്സവം പൂർത്തിയാകുന്നത്.